നടന്ന സംഭവം ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു നാരായണാണ്. എഴുതിയിരിക്കുന്നത് രാജേഷ് ഗോപിനാഥനാണ്. DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് മനേഷ് മാധവനാണ്. സാധാരണഗതിയിൽ നമ്മുടെ ബിജു മേനോൻ ഒരു സിനിമയിൽ നായകനായിട്ട് വരിക എന്ന് പറയുമ്പോഴേ നമുക്ക് സംഗതി ക്ലിക്കാവും. ഓപ്പോസിറ്റ് ഒരു നടനുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ബിജു മേനോൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ അതേ പ്രാധാന്യമുള്ളൊരു കഥാപാത്രമായിരിക്കും ആ നടൻ ചെയ്യുക. ഇവർക്കിടയിലെ ഈഗോ പ്രശ്നങ്ങൾ, ദ്വന്ദ്വയുദ്ധങ്ങൾ, ഇതൊക്കെയാണ് സ്ഥിരം ബിജു മേനോൻ സിനിമകളിലെ ഒരു പതിവ് പാറ്റേൺ സംഭവങ്ങൾ. ഇത്തവണയും ആ പാറ്റേൺ ബിജു മേനോൻ വിട്ടുപിടിച്ചിട്ടില്ല. ഈ സിനിമയ്ക്കകത്തും ദ്വന്ദ്വയുദ്ധങ്ങളും പുരുഷന്മാർക്കിടയിലെ ഈഗോ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കാര്യമായിട്ട് പറയുന്നത്. ബിജു മേനോന്റെ അവസാനമായിട്ട് പുറത്തിറങ്ങിയ സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയ്ക്കകത്തും ആസിഫ് അലിയും ബിജു മേനോനും ഇതേപോലുള്ള സംഭവം തന്നെയായിരുന്നു കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായാലും അതേ പരിപാടി ഇവിടെയും പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് സുരാജ് വെഞ്ഞാറമൂട് ചെയ്യുന്ന കഥാപാത്രമുണ്ട്, അജിത്ത് എന്ന് പറയുന്ന കഥാപാത്രം. അതുപോലെ തന്നെ ബിജു മേനോൻ ചെയ്യുന്ന ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രം. ഈ കഥാപാത്രങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ, ദ്വന്ദ്വയുദ്ധങ്ങളും തന്നെയാണ് ഇതിനകത്തും പറയുന്നത്. പക്ഷെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ കാര്യം വിശദീകരിച്ചിരുന്നു. ഇത് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണെന്ന്. അതായത് നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് സിനിമ ഇവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഒരുപാട് ഗൗരവമുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ നടന്ന സംഭവമാണെന്ന് പറയുമ്പോഴും ഇനിയും നടക്കാൻ സാധ്യതയുള്ള ഒരു കഥയാണിത്. അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, പലരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായിരിക്കും. ഭാവിയിൽ നമ്മളിൽ പലർക്കും നടക്കാൻ സാധ്യതയുള്ള കാര്യമായിരിക്കും. ഒരു പക്ഷെ നമ്മുടെയൊക്കെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്കിടയിൽ ഈഗോ പറയുന്നുണ്ട്, സ്ത്രീകൾക്കിടയിൽ പല പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ആധികാരികമായിട്ട് തന്നെ കഥാപാത്രങ്ങളിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയ്ക്കകത്ത് തന്നെ ഒരുപാട് പുരുഷ കഥാപാത്രങ്ങളെ കാണിക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന ഒരുപാട് പുരുഷന്മാരെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് ഓരോ ആളുകളും ചെയ്തു വെച്ചിട്ടുള്ളത്. വളരെ മാന്യമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന പുരുഷന്മാര്, സ്വന്തം ഭാര്യയോടും കുടുംബത്തോടും വളരെയധികം ആത്മാർത്ഥതയുള്ള പുരുഷന്മാര്, സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായി പെരുമാറുന്ന വളരെ ലവബിൾ ആയിട്ടുള്ള പുരുഷന്മാര്, അവരെ ഈ സിനിമ കാണിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ അപ്പുറത്ത് പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു പണിയും ചെയ്യാണ്ട് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് തലയിട്ട് നോക്കി ഏഷണിയും പരദൂഷണവും കുത്തിത്തിരിപ്പുമായിട്ട് ജീവിക്കുന്ന പുരുഷന്മാരെ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ സ്വന്തം ഭാര്യയുടെ മുകളിൽ എല്ലാ വയലൻസും തീർക്കുന്ന പുരുഷന്മാരെ കാണിക്കുന്നുണ്ട്. മേലീഗോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന പുരുഷന്മാരെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു പുരുഷന്മാരുടെ ലോകമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന കുറെ പുരുഷന്മാര്, അവർക്കെല്ലാം പല പല സ്വഭാവങ്ങളാണ്. പലപ്പോഴും അവരുടെ സ്വഭാവ വൈകല്യങ്ങൾക്കും അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ദൂഷ്യങ്ങൾക്കും വിക്റ്റിമായിട്ട് മാറുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഇവരുടെ ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളാണെങ്കിൽ പലപ്പോഴും പ്രതികരിക്കാൻ മടിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്. എന്നാൽ ആ കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ചെറിയാൻ അവർ ശ്രമിക്കുന്നുമുണ്ട്. മാത്രമല്ല, എനിക്കിതിൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, പുരുഷന്മാരുടെ ഇത്തരം ലോകങ്ങൾ കാണിക്കുന്ന അതേ സമയത്ത് തന്നെ സംവിധായകൻ കൃത്യമായിട്ട് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് സെക്സിനെ കുറിച്ചുള്ള നോളജ് ഇല്ലായ്മ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മ, അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുരുഷന്മാർ തമ്മിൽ കൂടിയിരിക്കുമ്പോൾ അവർ വളരെയധികം ഓപ്പൺ അപ്പ് ആവുന്ന കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് സെക്സിനെ കുറിച്ച് നോളജ് ഇല്ല, അതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറയുന്ന കാര്യം, പല സ്ത്രീകൾക്കും സെക്സിനെ കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല എന്നുള്ള കാര്യം എല്ലാം സംവിധായകൻ കൃത്യമായിട്ട് കഥാപാത്രങ്ങളിലൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ചുറ്റുപാടിലുള്ള പല സ്ത്രീകളുടെയും അവസ്ഥ തന്നെയാണ് ഈ പറഞ്ഞതും അല്ലെങ്കിൽ ഈ കാണിച്ചിട്ടുള്ളതും. എന്നാൽ അതേസമയം തന്നെ സെക്സിനെ കുറിച്ച് സംസാരിക്കുന്ന സ്ത്രീ വളരെ മോശപ്പെട്ടവളാണെന്നും, സെക്സ് എന്ന് പറയുന്ന വേർഡ് ഉച്ചരിക്കുന്ന സ്ത്രീ വളരെ സദാചാര വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും, സ്ത്രീക്ക് സെക്സിനെ കുറിച്ച് സംസാരിച്ചു കൂടാ എന്നുള്ള പുരുഷന്റെ മനോഭാവം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയുടെ ആദ്യ ഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് വളരെയധികം വർക്കായിട്ടുണ്ടായിരുന്നു. കോൺഫ്ലിക്റ്റുകളൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം, സിനിമ പറയുന്ന ഒരു വിഷയമുണ്ട്, ആ വിഷയത്തിലേക്ക് കടന്നു വരുന്ന രീതി, അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ അജിത്ത് എന്ന് പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വളരെയധികം നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് സിനിമ കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എല്ലാം വളരെ ഭംഗിയായി പോയി. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ഹാഫ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. ഇതിൽ പോലീസ് സ്റ്റേഷൻ വരുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സിനിമ കഥയിൽ നിന്നും വ്യതിചലിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു പോലീസ് സ്റ്റേഷനിലാകുമ്പോൾ കുറേയധികം കുറ്റവാളികൾ വരും, അവർക്കിടയിൽ നർമ്മമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത്തരം സ്കിറ്റ് പരിപാടികൾ കാണിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ശ്രമിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയത്, എഴുത്തുകാരനായിട്ടുള്ള ആൾ ഒരു പക്ഷേ സിനിമയെ കുറിച്ച് റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയ സമയത്ത് കേട്ട വല്ല കഥകളൊക്കെ ആയിരിക്കും. അതെല്ലാം മാക്സിമം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 4-5 സ്കിറ്റുകൾ
ഈ സിനിമയ്ക്കകത്ത് അത്തരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു പ്രശ്നമാണ് എനിക്ക് സെക്കൻഡ് ഹാഫിൽ തോന്നിയിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് പിന്നീട് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ കഥ പറയുന്നുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സ്, ബിജുമേനോൻ ചെയ്യുന്ന കഥാപാത്രമാണെങ്കിലും സുരാജ് വെഞ്ഞാറമൂട് ചെയ്യുന്ന കഥാപാത്രമാണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ ആ കഥാപാത്രങ്ങളെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം സുരാജ് വെഞ്ഞാറമൂട് ചെയ്തിട്ടുള്ള അജിത്ത് എന്ന് പറയുന്ന കഥാപാത്രം തന്നെയാണ്. വളരെ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ആ ഒരു മേലീഗോ എന്ന് പറയുന്ന സാധനം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി തൊട്ട് മുൻപ് റിലീസ് ചെയ്തിട്ടുള്ള ഗർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വളരെയധികം മോശപ്പെട്ട അഭിനയൊക്കെ കാഴ്ചവെച്ച് തേനൊട്ടിയ അവസ്ഥയായിരുന്നു. പക്ഷെ അതിനെല്ലാം മാറ്റിക്കൊണ്ട് ഈ സിനിമയ്ക്കകത്ത് സുരാജ് വെഞ്ഞാറമൂട് അജിത്ത് എന്ന് പറയുന്ന കഥാപാത്രത്തെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മേലീഗോ എന്ന് പറയുന്ന സാധനം ഒരു പുരുഷനിൽ ഏതെല്ലാം വിധത്തിൽ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ അയാളിൽ അത് വളർന്നു വരുന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സുരാജ് വെഞ്ഞാറമൂട് കഥാപാത്രത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. ബിജു മേനോന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിജു മേനോൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ പുള്ളി ചെയ്യുന്ന ആ ഒരു പോലീസ് വേഷത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു കുടുംബസ്ഥനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഒതുക്കമുള്ള കഥാപാത്രമാണ്, വളരെ ലവബിൾ ആണ്. ഒരു കുടുംബ സ്നേഹിയായ ആ കഥാപാത്രമായിട്ട് പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രുതി രാമചന്ദ്രൻ ചെയ്തിട്ടുള്ള കഥാപാത്രം. പുള്ളിക്കാരി ഇപ്പോൾ ഒരുവിധം സിനിമകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സിനിമയ്ക്കകത്തും പുള്ളിക്കാരി നല്ല രീതിയിൽ എല്ലാ സിനിമകളിലും ചെയ്യുന്നത് പോലെ ഈ സിനിമയ്ക്കകത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലിജോമോള് വളരെ റയറായിട്ട് മാത്രമേ മലയാള സിനിമകളിൽ കാണാറുള്ളൂ. പുള്ളിക്കാരി സിനിമയ്ക്കകത്ത് നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, വളരെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇമോഷണലി കുറെ കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പുള്ളിക്കാരുടെ അഭിനയം കാര്യങ്ങളും കാണുമ്പോൾ. ഈ സിനിമയ്ക്കകത്ത് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട ചില രംഗങ്ങളുണ്ടായിരുന്നു. വളരെയധികം അസ്വസ്ഥത ഫീൽ ചെയ്തിരുന്നു അത് കണ്ടപ്പോൾ. ആ ഭാഗമൊക്കെ ലിജോമോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലു അലക്സ്, ജോണി ആന്റണി തുടങ്ങിയ ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരാളാണ് അങ്കിത് മേനോൻ. പുള്ളിയാണ് ഇതിന്റെ മ്യൂസിക് കമ്പോസർ. പുള്ളിയുടെ വർക്ക് ഉണ്ടല്ലോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ബാക്ക്ഗ്രൗണ്ട് സ്കോർ പരിപാടികളൊക്കെ, അതായത് വളരെ പരിമിതമായ ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് വളരെ പരിമിതമായ ആർട്ടിസ്റ്റുകളിൽ നിന്നിട്ടാണ് കഥ പറയുന്നത്. ഈ ഒരു കഥ ആളുകളിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോയിലേക്ക് നമ്മളെ കൂടി കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ളത് ഈ അങ്കിത് മേനോന്റെ സംഗീതം തന്നെയാണ്. ഭയങ്കര രസമാണ്. ആ പശ്ചാത്തല സംഗീതമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ നമ്മളെ തിയേറ്ററിനകത്ത് പിടിച്ചിരുത്തുന്ന എന്തോ ഒരു മാജിക് അതിനകത്തുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ വില്ല കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. അയലത്ത് അദ്ദേഹം തൊട്ട് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. അതായത് സെക്സിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്ത്രീയുടെ സെക്സിനെ കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മയെ കുറിച്ച് പറയുന്നുണ്ട്, പുരുഷന്മാരുടെ ലോകത്തെ കുറിച്ച് പറയുന്നുണ്ട്, മേലീഗോ തൊട്ട് പുരുഷന്മാരുടെ നന്മയെ കുറിച്ച് വരെ പറയുന്നുണ്ട്. അതേസമയം തന്നെ സ്ത്രീയോടുള്ള പുരുഷന്മാരുടെ പല മനോഭാവത്തെ കുറിച്ചും പറയുന്നുണ്ട്. സ്ത്രീയും ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ലൈംഗികതയെ കുറിച്ച് പറയുന്ന സ്ത്രീ മോശമാണെന്നും അല്ലെങ്കിൽ സ്ത്രീക്ക് അത് പറയാൻ പാടില്ലെന്നുമുള്ള പുരുഷന്മാരുടെ ആ ഒരു ബോധത്തെക്കുറിച്ച്, പൊതുബോധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുള്ള പല കാര്യങ്ങളെ കുറിച്ചും പറയുന്ന, നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രതിഫലനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് നടന്ന സംഭവം. തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾക്കും കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.